എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഭിലാഷ് രാജനാണ്. ഇന്നത്തെ വീഡിയോയിലെ പ്രധാന വിഷയം നമ്മൾ ഡിസൈൻ വർക്ക് ചെയ്യുന്നവർ നേരിടുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ പ്രശ്നവും അതിനുള്ള പരിഹാരവും എന്താണെന്ന് നമുക്ക് നോക്കാം. പെയിൻറ് ചെയ്ത് ഭംഗിയായ ചില പ്രതലത്തിൽ നമ്മൾ ഗ്രെയിൻസ് കളർ അപ്ലൈ ചെയ്യുമ്പം ഇത്തരത്തിൽ പണി കിട്ടാറുണ്ട്. ഇത് നമ്മളിൽ പലരും നേരിട്ടുള്ള പ്രശ്നവുമാണിത്. ഇതെങ്ങനെ തേച്ച് പിടിപ്പിച്ചാലും വീണ്ടും വീണ്ടും പൊട്ടി നമ്മളെ അങ്ങ് മെനക്കെടുത്തും. ഒരുമാതിരി ചേമ്പലെ വെള്ളം വീഴുന്ന മാതിരി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇത് എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ളത് പൊതുവെ നമ്മൾ ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഇനാമൽ വെച്ച് ബേസ് കളർ ചെയ്തിട്ടുണ്ടല്ലോ, അത്തരം പ്രതലങ്ങളിലാണ് എനിക്ക് ഈ അനുഭവം കൂടുതലും ഉണ്ടായിട്ടുള്ളത്. ഇതിങ്ങനെ നമ്മളെ വിഷമിപ്പിക്കുന്ന അവസരത്തിൽ നമുക്കിത് രണ്ട് രീതി കൂടെ മറികടക്കാം. അതായത് ഈ വർക്ക് നമുക്ക് രണ്ട് രീതി ഉപയോഗിച്ച് ഭംഗിയായിട്ട് ചെയ്തു മാറാം. കാരണം നമ്മളെ ഏറ്റ പണി അത് ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തില്ല, ചിലപ്പം തച്ചുകാശ് പോലും കിട്ടാതെ പോകുന്ന അവസരങ്ങളുണ്ട്. അതുകൊണ്ട് അതെന്തൊക്കെ രീതിയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്ന രീതിയിൽ നമുക്ക് കോട്ടൺ വേസ്റ്റിൽ ഗ്രെയിൻസ് കളർ എടുത്തിട്ട് ഇതോടൊപ്പം ലേശം യെല്ലോ ഓക്സൈഡിൻ്റെ പൗഡർ അതുകൂടി ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ബ്രഷിന് ഭംഗിയായിട്ടൊന്ന് ഒതുക്കി കൊടുത്താൽ 100% ഉറപ്പാണ് ഇത് പിന്നെ പൊട്ടത്തില്ല. അപ്പം ഭംഗിയായിട്ട് നമുക്കിത് ഡിസൈൻ വരച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ധൈര്യമായിട്ട് വരച്ചു തുടങ്ങാം. ഇങ്ങനെ വരച്ചു തുടങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വരുന്നുണ്ടോ? ഇതാണ് ഈ പെയിൻറ് പൊട്ടുന്ന അനുഭവത്തെ മറികടക്കാനുള്ള ഒരു രീതി. ഇല്ലേ നമ്മളും ബ്രഷും കോട്ടൺ വേസ്റ്റും എല്ലാം കൂടെ ഒരു മൽപ്പിടുത്തം നടത്തിയെന്ന് പറഞ്ഞാലും ശരി, സംഭവം റെഡിയാകത്തില്ല. ലാസ്റ്റിൽ കഷ്ടപ്പെടുന്ന മാത്രമായിരിക്കും മിച്ചം. ഇനിയും ഇതിൻ്റെ രണ്ടാമത്തെ രീതി അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരം അനുഭവമുള്ള ആ ഒരു ബേസിൽ സാൻഡിങ് സീലർ. ഇപ്പോൾ സാൻഡിങ് സീലർ എന്ന് പറഞ്ഞാൽ അത് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, കോട്ടൺ വേസ്റ്റിൽ എടുത്തിട്ട് അത് നന്നായി ഞെക്കിപ്പിഴിഞ്ഞ് കളഞ്ഞിട്ട് ജസ്റ്റ് ഒരു ലെയർ എന്നുള്ള രീതി മാത്രമേ അപ്ലൈ ചെയ്യാവൂ. സാൻഡിങ് സീലർ കൂടുതലായി പോയാൽ നമുക്കറിയാം ഇത് താഴെയുള്ള ബേസ് പെയിൻറ്റിനെ ഉരുക്കിക്കളയും. അതിനാൽ ഒരു ചെറിയ രീതി മാത്രമേ നമുക്ക് സാൻഡിങ് സീലർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെയ്യാവൂ. സാൻഡിങ് സീലർ അപ്ലൈ ചെയ്ത് നമ്മൾ വരയ്ക്കുന്നതിലും റിസ്ക് കുറവ് ശരിക്കും പറഞ്ഞാൽ യെല്ലോ ഓക്സൈഡ് പൗഡർ ചേർത്ത് നമ്മളൊന്ന് കൊടുക്കുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് ഒരു റിസ്ക്കും ഇല്ല, വളരെ സിമ്പിളായിട്ട് ഭംഗിയായിട്ട് നമുക്ക് വരച്ചെടുക്കാനും പറ്റും. ഇനി ചിലടത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഈ യെല്ലോ ഓക്സൈഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സാൻഡിങ് സീലറാണ് പണി തീർക്കണം, അതും ഭംഗിയായിട്ട് തന്നെ ചെയ്യണം എന്നുള്ളപ്പോൾ നമുക്ക് സാൻഡിങ് സീലർ ഉപയോഗിക്കാം. ഞാൻ ചോയ്സ് ചെയ്യുന്ന എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് സാൻഡിങ് സീലറിനേക്കാളും ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ യെല്ലോ ഓക്സൈഡ് വെച്ച് ചെയ്യുമ്പോഴാണ്. ഇതിലൊക്കെ ഉപരി എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കാനുള്ള ഭാഗത്ത് ഏഷ്യൻ പെയിൻറ് ഇനാമൽ വെച്ച് ബേസ് അടിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അതിന് വരെ നമുക്ക് ഈ ഡ്യൂലെക്സിൻ്റെയോ ബെർജറിൻ്റെയോ ഇനാമൽ വെച്ച് വർക്ക് ചെയ്യാം. അതാകുമ്പോൾ ഈ ഒരു പൊട്ടുന്ന പ്രശ്നം വരുന്നില്ല. പിന്നെ NC പെയിൻറ്റിലാണെങ്കിൽ നമുക്ക് SD തേ കളർ എടുക്കാം. അതല്ലെങ്കിൽ MRP ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. വളരെ ഭംഗിയായിട്ട് നമുക്ക് ആ വർക്ക് ചെയ്ത് മാറാൻ പറ്റും. പിന്നെ ചിലപ്പോഴേ നമ്മൾ സൈറ്റിൽ വർക്ക് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് നമുക്കറിയത്തില്ല ഇതിൻ്റെ ബേസ് എന്താണെന്ന്. അവിടെ നിൽക്കുന്നവർ ചിലപ്പം അടിച്ചത് മറ്റൊരാളായിരിക്കും. നമ്മൾ ചില കോൺട്രാക്ടറൊക്കെ വർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ അവർ ആൾറെഡി ബേസ് വരെ കറക്റ്റ് ആക്കിയിട്ടാണ് നമ്മളെ വരയ്ക്കാനായിട്ട് വിളിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെല്ലുന്നിടത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ പണി കിട്ടാറുണ്ട്. ഒരുമാതിരിപ്പെട്ട സ്ഥലത്തൊക്കെ നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം നമ്മൾ ഈ ടേക്ക് ഡിസൈൻ ചെയ്യാനുള്ള കളറിനോടൊപ്പം തന്നെ മിക്കവാറും എല്ലായിടത്തും തന്നെ അല്പസ്വല്പം നമുക്ക് ഈ പൗഡർ കിട്ടും, യെല്ലോ ഓക്സൈഡ് കിട്ടാറുണ്ട്. അതല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് മേടിക്കാവുന്നേ ഉള്ളൂ, അടുത്ത കടകളിൽ നിന്നാലും മേടിക്കാവുന്നേ ഉള്ളൂ. കാരണം നമ്മൾ ആ ഒരു ബേസ് മാറ്റി മറ്റൊരു ബേസ് കളർ ചെയ്ത് അതൊന്നും പെട്ടെന്ന് നടക്കുന്ന സംഭവങ്ങളല്ല. ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും ഓരോ രീതിയായിരിക്കും. ചിലവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ വീടിൻ്റെ
പണി തീർത്തല്ലേ 2 ദിവസത്തിനുള്ളിൽ കയറുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പെയിൻറ്റർമാർ നേരിടുന്ന അനുഭവമാണ്. ഞാനിത് ഈ പല സൈറ്റിലും എനിക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ കിട്ടി. അപ്പം ഞാനിത് ആദ്യമൊക്കെ ഞാനും പെട്ടുപോയിട്ടുണ്ട്. ചിലവർക്ക് ഇത് ഇതുവരെയും ഓവർകം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് ഞാനും ആലോചിച്ചേട്ടാ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ആവശ്യമാണ്. കാരണം നമ്മളെപ്പോലെ തന്നെ വർക്ക് ചെയ്യുന്ന പലർക്കും ഇതൊരു അനുഭവമാണ്. ചിലവരിത് പെട്ടുപോയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് തല്ലിപ്പൊത്തി ഡിസൈനൊക്കെ വരച്ച് ലാസ്റ്റ് ഡിസൈൻ ഫിനിഷ് ആകുന്ന സമയത്ത് ഒരു സൈഡ് കൂടെ വീണ്ടും പൊട്ടി വരിക, അത് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ഒരു വർക്ക് ചെയ്ത് മാറുന്നതല്ല, പക്ഷേ ആ ചില സമയത്ത് ആ ഒരു വർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിനിഷിൽ നിൽക്കാതെ വരുമ്പോൾ വളരെ മനോവിഷമം ഉണ്ടാക്കും. അപ്പം തീർച്ചയായിട്ടും സുഹൃത്തുക്കൾക്കെല്ലാം ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് തന്നെ ഞാൻ കരുതുന്നു. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് താമസിക്കാതെ തന്നെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ വളരെ നന്ദി. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഇതിനോടൊപ്പം തന്നെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതുപോലെ ജോലി ചെയ്യുന്ന സമയത്ത് നേരിട്ട അനുഭവങ്ങളല്ലേ ബുദ്ധിമുട്ടുകൾ. തീർച്ചയായിട്ടും ഇതുപോലെ വരയ്ക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ തന്നെ പെയിൻറ്റ് പൊട്ടുകയൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്? ആ അറിവ് നിങ്ങൾ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക്, നമ്മുടെ മിത്രങ്ങൾക്ക് തീർച്ചയായിട്ടും അതും ഒരു പുതിയ അറിവായിരിക്കും. ഇതിലും സിമ്പിളായിട്ടുള്ള ടിപ്പിൽ ഇതിലും ഭംഗിയായിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കും അതൊരു പുതിയ അറിവായിരിക്കും, എനിക്കും ഒരു പുതിയ അറിവായിരിക്കും അത്. അപ്പോൾ നമ്മളുടെ അറിവുകൾ നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാം, പങ്കുവെക്കാം. അതിനായിട്ട് ദയവായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ ദയവായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താമസിക്കാതെ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.